കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയെന്ന കേസിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഇത് നന്ദിനി തമ്പുരാട്ടി തൃപ്പൂണിത്തറ കോവിലകത്തെ ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല, കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോ ഇത് ശരിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. പക്ഷെ മറ്റുള്ളവർ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാന് വലിയ ധൈര്യമൊന്നും വേണ്ട. ഈ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല, എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. സത്യത്തിന്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിലേ അതിനൊരു ഹൃദയം തന്നെ വേണട്ടാ. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ പോയി വരാം, ശരി. ഞാനിപ്പോ എന്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നറിയോ? ആരെങ്കിലും എന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാല് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി കണ്ടാ പോരെ. അതായത് ഒരാളിപ്പോ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്, ഓക്കെ ആനക്ക് പറക്കാൻ കഴിയുന്നു, ഓക്കെ എന്ന് വെച്ച് അവര് പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാന്. ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. നമ്മളെ ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അതെന്താ ഭാഗ്യത്തിന് ഇവിടെ ശീഘ്രം ഒരു മനമാറ്റം? ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പേടിച്ചിട്ടാ, പഴയ പോലെ ഒന്നുമല്ല.